ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു സൈക്കിളിന്റെ ബാക്കിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് 3-4 കുട്ടികൾ ഇരുന്നിട്ട് ട്രെയിനിൽ ഓടിക്കുക. കുറച്ച് കുട്ടികൾ ബസ്സിന്റെ ബാക്കിൽ, പണ്ട് ഗ്രാമങ്ങളിൽ ബസ്സിന്റെ ബാക്കിൽ ഈ കാരിയറിൽ തൂങ്ങി യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ആ യാത്ര ദുരിതം കൊണ്ടാണ്. ഇന്ന് റീൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുട്ടികൾ പോകുന്നതും ബസ് നിർത്തി കണ്ടക്ടറും ക്ലീനറും കൂടി അവർ ഓടിക്കുന്ന രംഗമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. എങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ? എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കണ്ട് 2025 നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു 10-60 കുട്ടികൾ ഇതേപോലെ റീൽസ് ചിത്രീകരണത്തിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതേപോലെ അതിസാഹസ്യമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ പഴയ പറഞ്ഞാൽ, അതായത് കണ്ടന്റ് എങ്ങനെയാണ്, അതായത് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഇപ്പം ഒരുപാട് പേര് ഇപ്പം വീഡിയോ ക്രിയേറ്ററാണ്, ആർക്ക് വേണമെങ്കിലും എല്ലാവരും ഒരു ഫോണുള്ളവരാണ്. അപ്പോൾ എങ്ങനെയൊരു വെറൈറ്റി വീഡിയോ ഉണ്ടാക്കണം, അതിപ്പം നമ്മൾ കണ്ട് തലശ്ശേരിയിൽ ട്രെയിൻ നിർത്തിയത് കണ്ടു, ഇന്നലെ തലശ്ശേരിയിൽ മറ്റേ ബസ്സിൻ്റെ പുറകിൽ തൂങ്ങുന്നത് കണ്ടു, പിന്നെ സൈക്കിളിൽ പോകുന്നത് കണ്ടു, ഇങ്ങനെ വലിയ പാറക്കല്ലേന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയേക്കുവാണ്. അപ്പം നമ്മൾ സാധാരണ വീഡിയോ ഉപയോഗിച്ചിട്ട് അത് ആരും കാണുകയില്ല, വൈറലാവുകയില്ല. അപ്പോൾ ഒരു വെറൈറ്റി കണ്ടന്റ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഇങ്ങനെ അതിസാഹസികമായ പരിപാടികൾ നടക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊന്നും നിയന്ത്രിക്കാനുള്ള നിയമവ്യവസ്ഥയൊന്നുമില്ല. അപ്പം അതൊക്കെ വലിയൊരു സംഭവമാണ്, അത് വലിയൊരു പ്രശ്നമായി. ഇപ്പം സിസ്റ്ററൊക്കെ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നമായി ഇനി മാറാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അല്ലേ സിസ്റ്റർ? ഈ കുട്ടികൾ, സിസ്റ്റർ പറഞ്ഞല്ലോ, ഈ ഇൻസ്റ്റയും ഈ ഇത്തരം സാധനങ്ങളിലൂടെ സൗഹൃദത്തിൻ്റെ, സത്യത്തിൽ ആ സൗഹൃദത്തിൻ്റെ ഒരു ആഴം എത്രമാത്രമുണ്ട് ശരിക്കും? അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ, നേരിട്ടുള്ള നമ്മുടെ സൗഹൃദം കുറയുകയും ഈ സൗഹൃദങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യതിയാനവും വ്യത്യാസവും ഒക്കെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അത് പിന്നെ തീർച്ചയായിട്ടും അതിന് ആഴം എന്നുള്ളതിനെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആഴം ചിലപ്പോൾ ഒരുപാട് അവരുടെ കാഴ്ചപ്പാടിൽ, പക്ഷെ ഈ ആഴമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ അപ്പുറത്ത് ചാറ്റ് ചെയ്യുന്ന അല്ലെ മെസ്സേജ് അയക്കുന്ന ആൾ ആരാണെന്ന് റിയൽ ഐഡന്റിറ്റി പോലും മനസ്സിലാക്കാതെയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത്ര ഒരുപാട് കേസുകൾ അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികൾ, അതായത് പിന്നെ 2 പേരും 2 ഐഡന്റിറ്റി പറയുന്നു. ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കുന്നതാണ്, ഇന്ന +1 +2 ഇങ്ങനെ പഠിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇവര് ഒരുപാട് നാളുകൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് കാണാൻ വേണ്ടി റെഡി ആകുന്നു. അങ്ങനെ ഈ പെൺകുട്ടി അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടെ കാണാൻ വന്നത് 45 വയസ്സുള്ള വിവാഹിതനായ 2 കുട്ടികളുടെ അപ്പൻ. അപ്പൊ ഇവനാണ് ഈ +2 കാരനാണ് എന്ന് പറഞ്ഞ് കുട്ടിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വാട്സപ്പിന്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ ഐ ആം അലോൺ അല്ലെങ്കിൽ ലോൺലി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ്. അപ്പൊ അതിനകത്തോട്ട് കുട്ടികൾ ചെന്ന് ഐ ആം അലോൺ, അവർക്കൊരു പിന്നെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ കുട്ടികൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നീടാണ് അതിന്റെ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. ഈ വരുന്ന കേസുകളിൽ ഇപ്പം ഈ റീൽസ് നിർമ്മിക്കുന്ന ചെറിയ കുട്ടികളടക്കം, ചെറിയ മക്കളുടെ വീട്ടിനുള്ളിൽ ജനിച്ചു വീണ കൊച്ചിൻ്റെ അടക്കം ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ട്, വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് റീൽസാക്കുന്ന മാതാപിതാക്കളും കുടുംബക്കാരെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ എല്ലാം ഒരു പോക്കനി? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം വീടിനുള്ളിൽ തന്നെ ഇതെല്ലാം പൈസ ഉണ്ടാക്കാം. ഇത് വെറുതെ അല്ല. ഇപ്പം വീട്ടിലെ അടുക്കളയിൽ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭർത്താവ് എടുക്കുന്നു, ഭാര്യയും ഭർത്താവ് അടി കഴിയുന്നത് വേറൊരാളെ കൊണ്ട് എടുപ്പിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഒരു ജോലിയാക്കി അങ്ങ് മാറ്റുകയാണ്. അത് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതിനകത്ത് ഒരു സെൻസറിങ് ഇല്ലല്ലോ. എന്തും ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതിനകത്ത് യാതൊരു സ്ക്രൂട്ടണി നടക്കുന്നേ ഇല്ല. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ അതാണ് ഇപ്പൊ സാറ് പറയുന്നത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അത് ആരത് പോസ്റ്റ് ചെയ്താലും അതിനകത്ത് ഒരു മെസ്സേജ് ഈ കാണുന്നവര് സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പണ്ട് നമുക്കൊരാളുടെ ഫോട്ടോ എടുക്കണമെന്നുള്ള അനുമതി വേണം. അങ്ങനെ ആരുടെ ഫോട്ടോ ആർക്കും കയറി എടുക്കാവുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആരുടെ വീഡിയോയും ആരുടെ ഫോട്ടോയും ആർക്കും എടുക്കാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നിയമപരമായ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് ഈ ഷിംജിതേൻ്റെ വന്നപ്പം ഇതൊന്നും നോക്കാണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് ഈ കേസ് വന്നപ്പം തന്നെ എടുത്തതിൻ്റെ കാര്യം, ആ ഒരു ഇൻഹ്യൂമൻ റോങ്സ് ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് ഒരാളെ എടുത്ത് അത് വീഡിയോയിലിട്ട് അവൻ്റെ ഹ്യൂമൻ റൈറ്റ് ടു പ്രൈവസിൻ്റെ ഉള്ളിലേക്ക് കടന്നു. പക്ഷെ റൈറ്റ് ടു പ്രൈവസി ലോ പ്രകാരം ശരിക്കുള്ള നിയമം പബ്ലിക് സ്പേസസിൽ വെയ്ഗാണ്. അതാണ് പ്രോബ്ലം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ അതുകൊണ്ടല്ലേ നിങ്ങൾ പോലീസിന്റെ അടുക്ക പോയാലും പോലീസ് പെട്ടെന്ന് കേസൊന്നും ഇങ്ങനെയൊന്നും എടുക്കൂലേ. ഇതിപ്പോ ഹ്യൂമൻ റൈറ്റ്സും ജനങ്ങളും പ്രശ്നങ്ങൾ വന്നോണ്ടാണ് അല്ലേ? ആ മീഡിയ എല്ലാം സത്യത്തിൽ പബ്ലിക്കിൽ ആർക്കും ആരുടെ ചിത്രം എടുക്കാം. അത് പോലീസിന്റെ ചിത്രം എടുക്കാൻ DGP എന്ന് പറഞ്ഞു. ഇത് എടുക്കാം. അത് ആ ഒരു വീക്ക്നെസ് ഉള്ള ഒരു ഭയങ്കര ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ ഒന്ന് ചെറിയ കുട്ടികളെ മാത്രമല്ല, എന്താ പറയാ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇതിൽ കളിക്കുന്ന വേൾഡ് ഓവറിൽ എന്താ പറയുക ഈ സെക്സ് റാക്കറ്റ്സ് ഏറ്റവും വേൾഡിൽ ഇതിന്റെയും പൈസയല്ല ട്രില്യൺസ് ഓഫ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആക്കുന്ന ഇതാണ് ഇതുവഴി സെക്സ് റാക്കറ്റ്സ്. പിഡോഫൈൽസാണ് ഇത് നോക്കുന്നത്. അതുകൊണ്ടാണ് 45-കാരനും 46-കാരനും 12 വയസ്സുള്ളയും മറ്റേതെല്ലാം സ്കൂൾ കുട്ടികളെ നോക്കുന്നത്. അവിടത്തേക്കും പോകുന്ന ഒരു ഡേഞ്ചർ അത് വേൾഡ് ഓവർ നാഷണൽ സ്റ്റേറ്റ് ലോക്കൽ ലെവലിലേക്ക് വരുന്ന ഒരു ഡേഞ്ചർ ഉണ്ട്. അത് പിഡോഫൈൽസിൻ്റെ മാത്രമല്ല, സിസ്റ്റർ പറഞ്ഞപ്പോൾ ഇല്ലേ 6 കൊല്ലം മുമ്പേ M.Tech കാരി തിരുവനന്തപുരത്ത് ഇതേപോലെ പരിചയപ്പെട്ടിട്ട് ലവ് ചെയ്ത് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് കൂത്തുപറമ്പിൽ എത്തിയിട്ട് അവസാനം പോലീസ് വന്നപ്പോൾ 69-കാരനാ ഇത്രയും നല്ല കാമുകൻ M.Tech കാരി പെണ്ണിന് ട്രിവാൻഡ്രം CEC പഠിക്കുന്ന പെണ്ണിന് വളച്ചു ആ പോലീസ് രക്ഷപ്പെട്ടതല്ലേ ആ പെണ്ണ്. അപ്പം അവിടെ എത്തി. അപ്പൊ ഈ മീഡിയ ഇല്ലെങ്കിൽ ഭാവിയിൽ കാണുന്നത് പിഡോഫൈൽസിൻ്റെ കളി. എന്താ പറയുക, പിഡോഫൈൽസ് എപ്പോഴും നോക്കി വെക്കുന്ന ആൾക്കാരാണ് അവർ. ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വെന്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ വരെ ഇങ്ങോട്ടേക്ക് വരും. അത് ആ ഗോവയിലെല്ലാം ജർമ്മൻകാരൻ സ്റ്റേ ചെയ്തിട്ട് അവിടെ എത്രയാ 450 കുട്ടികളെല്ലാം പീഡിപ്പിച്ച കേസെല്ലാം ഉണ്ടായിട്ടില്ലേ. അതേപോലെ പിഡോഫൈൽസ് ഉപയോഗിക്കുന്ന ഒരു വേറൊരു ലെവലിലേക്ക് ലോകം ഇനി നമ്മൾ ഇത് അൺടാപ്പ് ചെയ്തേ. ഇപ്പോൾ ഷംജിത് അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞ. ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്തെല്ലാം നടക്കുന്നതെന്ന് വന്നാലേ തിരിയുള്ളൂ. ഡ്രഗ്സ് നെറ്റ്സ് ഇത് ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻ പറഞ്ഞിട്ട് മരപ്പൊത്തിൽ വെച്ചിട്ടല്ലേ ഡ്രഗ്സ് വെച്ചിട്ട് ലൊക്കേഷനിൽ വെച്ച് പേ ചെയ്യുക. ഇതിൽ അത് കുട്ടി ആരാന്നറിയ ചെയ്തത് അത്ഭുതം. ടൗൺ പോലീസ് സ്റ്റേഷൻ കേസ് 2 years ബാക്ക് 15 years കോളനിയിൽ പെണ്ണ് തോട്ടടിയിലല്ലേ. അവളെ പിടിച്ചപ്പോൾ അറിഞ്ഞു ഇനിയിപ്പോൾ ഇതിനെ പിടിച്ചിട്ട് അതിൻ്റെ ജീവിതം പോവില്ലേ. അപ്പോൾ അമ്മ പറയുന്നു ഞാൻ ഈ ഫോണൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. സ്മാർട്ട് ഫോൺ അവളെ കയ്യിൽ. അപ്പോൾ അവർ വാങ്ങിക്കൊടുത്തു. പെഡ്ലേഴ്സ് ആവുന്ന ഇതിൻ്റെ ഡേഞ്ചർ ഇതൊന്നുമല്ല. ഒരു ആവലാഞ്ച് ഓഫ് ഒരു ഡിസാസ്റ്റർ ഇല്ലേ. നമ്മളിങ്ങനെ മഞ്ഞുമലേൻ്റെ ഒരു അറ്റാണ് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. വേഗം കേട്ടയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ടു ലോവർ ലെവൽ വേറൊരു ലഹരിയായി മാറും. പക്ഷേ ഇതൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ള ഒരു മേഖലയായി മാറുന്നു. രാവിലെ മുതൽ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു നല്ല കണ്ടന്റ് ഉണ്ടാക്കിയാൽ വീട്ടിനുള്ളിലായാലും കുഴപ്പമില്ല, അമ്മയുടെ ആയാലും കുഴപ്പമില്ല, അച്ഛൻ്റെ ആയാലും കുഴപ്പമില്ല, അയൽക്കാരുടെ ആയാലും കുഴപ്പമില്ല, നല്ലൊരു കണ്ടന്റ് അപ്പ് ചെയ്താൽ അവന് വലിയ വരുമാനം വരുന്ന രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. അത് ഒരു ജോലി സാധ്യത കൂട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ റീഡിങ്ങിൽ? സോഷ്യൽ മീഡിയ വലിയൊരു ജോലി സാധ്യത കൂട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് പേര് ഇപ്പം നമുക്കൊരു നമ്മുടെ സാധാരണ ഫേസ്ബുക്ക് പേജിൽ നമ്മളൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് കുറേ ടാസ്കുകളുണ്ട്. നമുക്ക് 4-5 ഇപ്പോൾ ഇത്ര റീൽസ് ആഴ്ചയിൽ ഇത്ര പോസ്റ്റ് അങ്ങനെ പറയുന്ന കുറേ സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഇത് ഇത്ര പേര് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര പേര് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര $, കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് ശരിക്കും പണ്ടൊരു നല്ല കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നല്ല നല്ല യാത്രകളും നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ഇപ്പം വളരെ മോശമായ രീതിയിൽ ഇപ്പം മോശമായി സംസാരിച്ച് തന്നെ വരുമാനം ഒപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, മോശമായ ചിത്രങ്ങൾ, അതായത് സ്വന്തം ശരീരം പോലും പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു വലിയ വരുമാനം ഉള്ള സംഭവമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് വരുമാനമുള്ളതാണ്. അത് നല്ല നല്ല ആളുകൾക്കും വരുമാനം ഒപ്പിക്കാം, മോശം ആളുകൾക്കും വരുമാനം ഒപ്പിക്കാം. അതായത് നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് മോണിറ്റർ ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ നമ്മൾ നമുക്കൊരു പത്രത്തിൽ വാർത്ത പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കും ഈ വാർത്ത കൊടുക്കണോ വേണ്ടതാണ്. പക്ഷേ നമ്മൾ ആ വാർത്ത കൊടുക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് പല ഓൺലൈൻ മീഡിയയിലും നമുക്ക് ആ വാർത്ത കാണാം, വരുത്താൻ പറ്റും. കാരണം അവർക്കിത് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്യുന്നു. ഇപ്പൊ ആര് കേസ് കൊടുക്കാൻ പോകുന്നു, കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഇത് വലിയൊരു തൊഴിൽ സാധ്യത തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മീഡിയ മേഖല തന്നെ പലരും മീഡിയ മേഖല നിർത്തിവെച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് വരുന്നു. അപ്പം ഇവളും എനിക്ക് തോന്നുന്ന ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മേഖല വീഡിയോ ക്രിയേറ്ററായിട്ട് വന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. പല വലിയ വലിയ ജോലിക്കാർ, IT-ക്കാർ ഒരു IT ഫേമിൽ നിന്ന് രാജിവെച്ച്
കാരണം 10 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം രൂപ വരെയൊക്കെ ഒരു മാസം 3 കോടി വരെ മാസം ഉണ്ടാക്കുന്ന ടീമുകളുണ്ട്. അപ്പം ഭയങ്കര ഒരു ജോലി സാധ്യതയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നല്ല രീതിയിലും ചെയ്യാം, മോശം രീതിയിലും ചെയ്യാം. ഇത് മോണിറ്റർ ചെയ്യാൻ ആരും ഉണ്ടായില്ല. എങ്ങനെയാണ് സിസ്റ്റർ ഇതിൻ്റെ ഒരു ഡെപ്ത് ഏത് ലെവലിലേക്ക് പോവും? ഈ നിങ്ങളുടെ മുന്നിൽ വരുന്നവരൊക്കെ പലതും പങ്കുവെക്കുന്നുണ്ടാവുമല്ലോ മനസ്സിൽ. ഇത് ഏതെല്ലാം രീതിയിൽ മനുഷ്യനെ ബാധിക്കും? ഇതിനകത്ത് ഒരു ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലെവലിലോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറ ഇതിന്റെ എല്ലാം പിടിയിലാകും എന്നുള്ളത് സത്യമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന കാരണം നമുക്കറിയാം, എനിക്കൊന്ന് ഫേസ്ബുക്കിൽ മെമ്പർഷിപ്പ് എടുക്കണം, എനിക്ക് 13 വയസ്സ് ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു പേരുണ്ട്, ഈ കുട്ടി ഉണ്ടായി അതിന്റെ ബാപ്റ്റിസം കഴിഞ്ഞുകൊണ്ട് തന്നെ ഫേസ്ബുക്കില് പിന്നെ ആ പേരിൽ എടുക്കുവാണ്, ID ക്രിയേറ്റ് ചെയ്തത്. അപ്പം അവിടെ തന്നെ ഇപ്പം മുമ്പ് ഞാനൊരു വാർത്തയിൽ കണ്ടതുപോലെ തന്നെ അവിടെ ഫേക്കാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നത്. കാരണം അത് അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ സോഷ്യൽ റെക്കഗ്നിഷന്റെ ഭാഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും സോഷ്യൽ റെക്കഗ്നിഷൻ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ നിലനിൽപ്പിന്, എക്സിസ്റ്റൻസിന്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ മുതിർന്നവരെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ കൊച്ചുതല, അതായത് എവിടെ ഒരു പോസ്റ്റ് കണ്ടതുപോലെ, ഒരു ഇമേജ് കണ്ടതുപോലെ, അതായത് ലേബർ റൂമിൽ നിന്ന് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു കൊച്ചിന്റെ ചിത്രം ഞാൻ കണ്ടു. ഡോക്ടർ പ്ലീസ് വെയിറ്റ്, ലെറ്റ് മീ അപ്ഡേറ്റ് മൈ സ്റ്റാറ്റസ് എന്ന്. അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന കൊച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ ജനിച്ചു വീഴുന്ന ഈ ടെക്നോളജിയുടെ സോഷ്യൽ മീഡിയയുടെ ലോകത്ത്. അപ്പൊ അതിനെ എങ്ങനെ മച്ചുറായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് പഠിപ്പിക്കേണ്ട റോള് നമ്മുടെ മുതിർന്ന തലമുറയുടെ. അതിന് നമ്മളിങ്ങനെ കുറച്ചു പേര് ഇന്ന് സംസാരിക്കുന്നതിനുപരി ഒരു ഗവൺമെന്റ് തലത്തിൽ അതിന് പ്രീകോഷൻസ് എടുക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കുന്ന ഒരു പെൺകുട്ടി ആ വീഡിയോയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും കൊടുക്കാതെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ നിയമവ്യവസ്ഥയുടെ മുന്നിലോ ചെല്ലുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള നീതി കിട്ടുന്നുണ്ടെന്ന് നമുക്കിരുന്ന് പറയാൻ പറ്റും. കൊണ്ട് റോസ്റ്റിങ്ങിന്, സോഷ്യൽ മീഡിയയിലെ റോസ്റ്റിങ്ങിന് വിട്ടുകൊടുക്കേണ്ടി വരുവാണ്. അതുകൊണ്ട് നമുക്ക് പുരുഷനെന്നോ സ്ത്രീയെന്നോ ആരെയും കുറിച്ച് ഞാൻ പറയാം, ഒരിക്കലും ലിംഗഭേദം അല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ഇവിടെ പുരുഷനും സ്ത്രീക്കും ആത്മാഭിമാനം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നീതി ന്യായ വ്യവസ്ഥയിൽ നിന്ന് കിട്ടാതെ വരുമ്പോ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരായി പോകുന്നു. ഈ സോഷ്യൽ മീഡിയ ഇത്ര സജീവമായി ഈ മനുഷ്യ ജീവി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഹൈടെക് ആയ സംവിധാനം ഉപയോഗിക്കുന്ന നമ്മളാണല്ലോ, ഭൂമിയിൽ നമ്മളാണല്ലോ എല്ലാത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാറ്റം എങ്ങനെയായിരിക്കും മനുഷ്യജീവിയിൽ? ഇപ്പം സിസ്റ്റർ തന്നെ ഈ ടെക്നോളജി ഇത്ര ഹൈ ആകുന്നതിന് മുമ്പേ മനുഷ്യരെ കൗൺസിൽ ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും ഈ മനുഷ്യരെ എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക? അതായത് ടെക്നോളജി ഡെവലപ്മെന്റ് ആണ് മനുഷ്യരുടെ ഇടയിലെ പ്രശ്നങ്ങൾ കൂട്ടുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതായത് ഞങ്ങൾ മാനസികാരോഗ്യ രംഗത്ത് നിൽക്കുന്നവർ എന്നുള്ള രീതിയിൽ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന് പലപ്പോഴും മാനുഷികതയിൽ ജീവിക്കാൻ ഇന്ന് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗാഡ്ജറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തു പോവാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ സാറ് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമില്ലേ, ഇപ്പം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ കെയർ ഗീവറുടെ അടുത്തേക്ക് കൊടുക്കുന്നതിന് പകരം ഇന്ന് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന മൊബൈലാണ്. അല്ലെങ്കിൽ അതായത് മറ്റേ ഡോറാബിജിയാണ് കൊച്ചു ആദ്യം കണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ബിഹേവിയർ ആണ് കൊച്ചു അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളതെങ്കിൽ ഇവർ കളിക്കുന്ന ഗെയിമിനകത്ത് ഷൂട്ട് അറ്റ് സൈറ്റ് ഇതല്ലേ പഠിക്കുന്നത്. അപ്പൊ എവിടെ കൊച്ചിന് ഷൂട്ട് ചെയ്യണം, എവിടെ കൊച്ചിന് ഷൂട്ട് ചെയ്യരുതെന്ന് പറയുന്ന ഗൈഡൻസ് ആര് കൊടുക്കുന്നു? അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല കൊച്ചിന്. അപ്പൊ ഇവൻ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് വേണ്ടാത്തവരെ മാറ്റിക്കളയുന്നു, എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അത് തന്നെ ജീവിതത്തിൽ വരുമ്പോൾ അത് അമ്മയാണേലും അതാ പറയുന്നത്, ഒരു ഫേസ് ക്രീം അല്ല എനിക്ക് കളിക്കാൻ, ഞാൻ ഒരുപാട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം എനിക്ക് നിഷേധിച്ചാൽ അവർ പിന്നെ ഭൂമി വേണം. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ടെക്നോളജി, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു. അതായത് നമ്മൾ വോയിസ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുമല്ലോ. അപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ വോയിസ് കൊടുത്തപ്പോ ഈ ഗൂഗിൾ അവളുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൾ എഴുതി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്തു. അപ്പം ഈ ടെക്നോളജി ഒരു വ്യക്തി എത്രമാത്രം സ്വാധീനിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിന് ഇത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക്. ഈ ടെക്നോളജി ഇത് എലോൺ മസ്ക് വരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്ന എലോൺ മസ്ക് പോലും ഇതിന്റെ ഡ്രോബാക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഈ സോഷ്യൽ മീഡിയ ലിറ്ററസി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആഴമായി ചിന്തിച്ച് അത് മനുഷ്യരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ അതിന്റെ
എന്താ കൃത്യമായ രീതിയിലുള്ള അത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. റീനിഷ, എങ്ങനെയാണ് മനുഷ്യരുടെ മാറ്റം കാണുന്നത്? ഞാൻ സിസ്റ്ററോട് ചോദിച്ച അതേ ചോദ്യമാണ്, എങ്ങനെയാണ് കാണാൻ പറ്റുക? മനുഷ്യരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ AI സംവിധാനങ്ങൾ വന്നു. ഇപ്പം നമുക്ക് സംസാരിക്കാൻ പോലും നമുക്കൊരു ഇത് മതി, ഒരു മൊബൈലിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഫ്രണ്ട്സ് മറുപടി മൊബൈലിൽ തന്നെ മറുപടി തരുന്നു. ഫ്രണ്ട്സ് വേണം, രാവിലെ തൊട്ട് നമുക്ക് അവരെ ആശയവിനിമയം നടത്താം ഈ ടെക്നോളജിയിലൊക്കെ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്തിനും നമുക്ക് മൊബൈലില്ലാതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലമാണ് നമ്മളിപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ എത്തിച്ചത്. അപ്പം പിള്ളേരാണെങ്കിൽ സിസ്റ്റർ പറഞ്ഞ പോലെ പിള്ളേരാണെങ്കിൽ തന്നെ ഈ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇതാണ്. പക്ഷെ അത് കോവിഡിന് ശേഷം കഴിഞ്ഞാലും ഈ മൊബൈൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതല്ലേ. ഈ സ്കൂളുകളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് പാഠഭാഗങ്ങൾ വാട്സപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ അതൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ, ഇവര് ക്ലാസ്സിൽ വന്നോ, ഇതെല്ലാം മെസ്സേജ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം പോകുന്നത് മൊബൈലിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ടെക്നോളജി മാറുമ്പോൾ ശരിക്കും ഈ ടെക്നോളജിക്ക് ഒപ്പം മാറാതെ നിവർത്തിയില്ല. മനുഷ്യൻ മാറുക, അതിനനുസരിച്ച് മുൻകരുതലെടുക്കും. എന്താണ് ഇതിൽ ഒന്ന് പറയാനുള്ള എന്താ പറയുക, ഇപ്പൊ ഇത്രയും ടെക്നോളജി ആയിട്ടും ഈ ഷിംജിതന്റെ തൊട്ട് മുമ്പിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ഭയങ്കര കേസ്. സ്കൂളിന്റെ മുമ്പിൽ കുട്ടിയെത്തി, 14-കാരി, മലപ്പുറത്ത്. പക്ഷേ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, അറ്റൻഡൻസ് ഇല്ല, അത് ആ ക്ലാസ് കയറാണ്ട്. എന്നാൽ അത് വീട്ടിലെത്തുന്ന ഒരു വിവരവും കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല, ടെക്നോളജി അങ്ങനെ എല്ലാം. എന്നിട്ട് ആ കുട്ടിക്ക് കൊടുത്തില്ല. അവന് ഒരു ഡ്രഗ് അഡിക്റ്റായ കാമുകനുണ്ടായി, അവളെയും കൊണ്ടുപോയി 17 കിലോമീറ്റർ അപ്പുറം ട്രെയിനിന്റെ ട്രാക്കിൽ കൊന്നിട്ട് തള്ളി റേപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച കണ്ട. അവിടെ ഈ ഇത്രയും ടെക്നോളജി പോയിട്ടും ആ ഇതിന് നോക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കമ്പൽസറി ആക്കേണ്ടത് അതാ. എല്ലാ സ്കൂൾ കുട്ടികളും ആബ്സെന്റ് ആയാൽ ഉടനടി മൊബൈൽ അലേർട്ട് പാരന്റ്സിലേക്ക് വരണം. അത് എല്ലാ കടമ്പൂർ ഉണ്ടാവും, പക്ഷെ എല്ലാ സ്കൂളിലും ആക്കേണ്ടതാണ് ഇത് കണ്ടത്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞുതരാം, ഇതെല്ലാമെങ്കിലും ഞങ്ങൾ മുന്നോട്ട് ടെക്നോളജി ആൽവിൻ ടോഫ്ലർ എന്ന് പറഞ്ഞ പ്രസിദ്ധ ഇത് അമേരിക്കൻ എഴുത്തുകാരൻ ഈ ടെക്ട്രോണിക് ഏജ് എന്നാ പറഞ്ഞത്, 70-ലെഴുതിയ ബുക്കാണ് ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് സംഭവിക്കുക വേൾഡ്. 74 എഴുതിയ ബുക്കാണ് ഫ്യൂച്ചർ ഷോക്ക്. അതിൻ്റെ ഇതുണ്ട്. അപ്പം ആൽവിൻ ടോഫ്ലർ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ വരുന്ന ടെക്ട്രോണിക് ഏജ്, നിങ്ങളെ മൈൻഡ് ബുദ്ധിയൊന്നും നിങ്ങൾ 74 എഴുതിയത് ബുദ്ധിയൊന്നും നിങ്ങൾക്ക് വേണ്ട. അതെന്നെ പറയുന്നത്. എല്ലാം നമ്മൾ കൊടുത്താൽ എന്ത് തരും എന്നിട്ട് 50 കൊല്ലത്തിന് ശേഷം വന്ന് നിങ്ങൾക്ക് ബുദ്ധി വേണ്ട, നിങ്ങളെല്ലാം നിയന്ത്രിക്കും എല്ലാം. പക്ഷെ ആ ഈറയിലും നിങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയോ, നമ്മൾ ലിബറൽ 60s 70s നമ്മൾ എത്ര പ്രോഗ്രസീവ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഈ ടെക്ട്രോണിക് ഏജിലും നമ്മൾ കണ്ട ജാതി, മതം, മറ്റേത് ഇത് എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോകുന്നണ്ട. അയാൾ അത് പറഞ്ഞു, നിങ്ങൾ ആൾ ദൈവത്തിന്റെ അടുത്തായിരിക്കും. ഈ ഇറയിലെ ടെക്ട്രോണിക് എല്ലാം കാലിൽ പോവാന്ന് കണ്ടില്ലേ. എത്ര പഠിച്ചവനും നേരെ വന്നിട്ട് കാലിൽ പോവാ ആളുടെ. ഇതിന്റെ എല്ലാം മുമ്പിലും ആ ഇറയന്റെ ഒന്നും പോവില്ല. ടെക്ട്രോണിക് ഇതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് യൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ പഴയതിൽ നിന്ന് പഴയതിലേക്കും പിന്തിരിഞ്ഞിട്ട് പോന്നെ. അതാണ് ബുജ്ജു, മറ്റേ മന്ത്രവാദം, ദുർമന്ത്രവാദം, മനുഷ്യനെ എല്ലാം അതെല്ലാം എത്തുന്ന. നമ്മുടെ സമയം തീരെയാണ്. ഇത് ഒരു 100 എപ്പിസോഡ് ഇരുന്ന് ചർച്ച ചെയ്താൽ പോലും തീരാത്തത്ര കടലോളം വലിപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം തുടങ്ങിയിട്ട് എവിടെ എത്തിയിട്ടില്ല. പക്ഷേ പറഞ്ഞു വെച്ചതിൽ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. LKG മുതൽ, പ്ലേ സ്കൂൾ മുതൽ ഒരു കുട്ടിക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ വന്നേ പറ്റൂ. അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സ്വസ്ഥതയില്ലാത്ത ഒരു യന്ത്രമായി മാറും സോഷ്യൽ മീഡിയ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഷിംജിതയും ഒരു ദീപക്കൊന്നുമല്ല, ഇനിയും പല സംഭവങ്ങളും വരാൻ കിടക്കുന്നേ ഉള്ളൂ. പല വീടുകളുടെയും സ്വസ്ഥത ഈ സാധനം നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമം അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് ജനപ്രതിനിധികളും ഈ സമൂഹവും ആലോചിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.